ശ്രീമാൻ ഇ പി ജയരാജൻ ഫോണിൽ പറഞ്ഞിട്ടാണല്ലോ നന്ദകുമാർ വീട്ടിൽ വന്ന് 2 തവണയിൽ 1 തവണ ഫോണിൽ വിളിക്കുന്നു, ജയരാജൻ എടുക്കുന്നില്ല. രണ്ടാമത്തെ തവണ ജയരാജന്റെ സംഭാഷണം, അവർ തമ്മിലുള്ള സംഭാഷണം കേട്ടതിന് ശേഷമാണ് ഞാൻ വരെ വിശ്വസിക്കുന്നത് ശ്രീമാൻ ഇ പി ജയരാജൻ BJP-യിലേക്ക് വരാനുള്ള താല്പര്യമുണ്ട്, നന്ദകുമാർ പറഞ്ഞത് ശരിയാണ് എന്ന്. അതുകൊണ്ട് ഞാനല്ല തീരുമാനിക്കേണ്ടത്, മറ്റു പാർട്ടിക്കകത്ത് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരെയൊക്കെ കൂട്ടുകാരാക്കണം, ആ കൂട്ടുകെട്ട് എത്രമാത്രം മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ്. അല്ല, എനിക്കിതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഏത് കഴിവ് നോക്കൂ. അല്ല, ജാവേദ്കർ സംസാരിച്ചപ്പോഴും എന്ന മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. ഇതുവരെ നിങ്ങൾ ഇത്രയും പ്രഗത്ഭന്മാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകന്മാരുണ്ടായിട്ട് ശ്രീമാൻ ജാവേദ്കർജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പുറത്തു വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ജാവേദ്കർജിയുടെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ട് നമുക്ക് അതിനെ കുറിച്ചിട്ട് പ്രതികരിക്കാം. ചിത്രങ്ങൾ അയച്ചത് ഇപി എന്ന് പറഞ്ഞ പ്രതികരണമാണ്. മകന്റെ ഫോണിലേക്ക് ചേച്ചിയുടെ കുറെ ചിത്രങ്ങൾ ചേച്ചി അയച്ചിരുന്നു. അത് കണ്ടപ്പോൾ അത് ശരിയല്ലെന്ന് തോന്നി, ആ സ്ത്രീ ശരിയല്ലെന്ന് തോന്നി, അതുകൊണ്ട് അവരെ ബ്ലോക്ക് ചെയ്തു. ഇപി പറഞ്ഞ ചേച്ചിയെ കുറിച്ച് പറഞ്ഞ ഒരു പ്രതികരണമാണ്. മാത്രമല്ല, ഒരു കോൾ പോലും അങ്ങോട്ട് വിളിച്ചിട്ടില്ല, മകന് ചേച്ചി അറിയേയില്ല എന്നൊരു കാര്യം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾക്ക് എന്റെ വാട്സപ്പ് കാണിച്ചതാണ്. ആ വാട്സപ്പിൽ ജയരാജന്റെ മകൻ വിളിക്കൂ, ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂ എന്ന് അയച്ചിട്ടുള്ള സന്ദേശവും ഞാൻ വായിക്കാൻ തന്നതാണ്. മറ്റൊന്ന്, എന്നോട് ആരാണ് ആവശ്യപ്പെടുന്നത്? ഈ ഫോട്ടോകളെല്ലാം ആ ഫോണിലേക്ക് അയച്ചു കൊടുക്കണമെന്ന് ശ്രീമാൻ ഇ പി ജയരാജനാണ് ആവശ്യപ്പെട്ടത്. എന്തിന്? മക്കൾ ചോദിച്ചു അത്രേ, ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഡൽഹിയിൽ ഇത്രമാത്രം ബന്ധമുണ്ടോ എന്ന് മക്കൾ ചോദിച്ചു എന്നാണ് പറയുന്നത്. എന്തിന്റെ പേര് ചോദിച്ചു എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആ സമയത്താണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ ഇരിക്കുന്ന, അതായത് ഉത്തർപ്രദേശിൽ ഇരിക്കുന്ന, സംഭാഷണത്തിന് വേണ്ടി ഇരിക്കുന്ന ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന ഒരു ഫോട്ടോ, അതുപോലെ തന്നെ അഖിലേന്ത്യാ തലത്തിൽ അമിത്ഷാജിയും ഞാനും തമ്മിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് പോലും കിട്ടാത്ത ഫോട്ടോകൾ, ഈ ഫോട്ടോകളെല്ലാം ഇ പി ജയരാജനാണ് ചോദിച്ചു വാങ്ങിയത്. അല്ലാതെ എനിക്ക് വെറുതെ ഒരു സുപ്രഭാതത്തിൽ, ഇവിടെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ആവശ്യപ്പെടാത്ത ഒരു ഫോട്ടോ, അഖിലേന്ത്യാ തലത്തിലെ നേതാക്കന്മാരും ശോഭാ സുരേന്ദ്രനുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഞാൻ ഇന്ന് വരെ ഒരു മാധ്യമ പ്രവർത്തകൻ അയച്ചു തന്നിട്ടുണ്ടോ? മക്കളെ ബോധ്യപ്പെടുത്താനായിരിക്കണം. ശോഭാ സുരേന്ദ്രൻ ഇത്രയും സ്വാധീനമുണ്ട്, അതിൽ BL സന്തോഷിയുണ്ട്, അതുപോലെ തന്നെ അമിത്ഷാജി ഉണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്, ഞങ്ങളുടെ നദ്ദാജി ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ചില ഫോട്ടോകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഫോട്ടോ വീട്ടിൽ കാണിക്കാനായിരിക്കുമ്പോൾ എനിക്കറിയില്ല. ആ മകനെ റിനൻസൻസ് ഹോട്ടലിൽ കണ്ട ഡേറ്റ് ഞാൻ ഇന്നലെ തന്നെ തന്നിരുന്നു, വാട്സാപ്പിലൂടെ ഞാൻ കാണിച്ചിരുന്നു. അതിനുശേഷം എനിക്കറിയില്ലല്ലോ എന്താ നടന്നത് എന്ന്. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. CPM എന്ന് പറയുന്ന ഒരു പാർട്ടി, ഒരു കേഡർ പാർട്ടിയാണ്, ഈ ജനാധിപത്യ പാർട്ടിയല്ല ഈ കോൺഗ്രസ് പോലെയൊക്കെ. അതിനകത്ത് ഒരാക്ഷേപം, അതായത് തന്നെ സെക്രട്ടറി ആക്കാത്തത് കൊണ്ട് താൻ മറ്റൊരു പാർട്ടിയിൽ ചേരാനായിട്ട് ശ്രമിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ വൈദേകം പോലുള്ള എന്തെങ്കിലും ഒരു ഇടപാടിന്റെ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ BJP ചേരാൻ ആഗ്രഹിച്ചത്. ആദ്യമായിട്ട് ഇദ്ദേഹത്തെ നമ്മൾ കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് ഒരു 2-2.5 വർഷം ആ ഒരു കാലയളവില് നമ്മൾ ഈ വിഷയത്തെ കുറിച്ചിട്ട് നന്ദകുമാർ സംസാരിക്കുകയാണ്. നന്ദകുമാർ സംസാരിച്ചതിന് ശേഷവും 2-3 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്രയും കാലതാമസം എടുക്കാൻ, തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു എന്താ പറയാ, വിമ്മിഷ്ടം എന്ന് പറയും, ഉണ്ടായിരുന്നു ശ്രീമാൻ ഇ പി ജയരാജന്. അപ്പോൾ അതെല്ലാം ആലോചിച്ച് തീരുമാനിച്ച് എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇദ്ദേഹം ഡൽഹിയിലേക്ക് ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് തയ്യാറാകുന്നത്. എന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, അതിന് എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഈ വൈദേഹത്തിന്റെ വിഷയം പോലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വരുന്നത്. അപ്പോൾ വൈദേഹത്തിന്റെ വിഷയം കൊണ്ടാണ് BJP-യുടെ ആളുകളെ ശ്രീമാൻ ഇ പി ജയരാജൻ കണ്ടത് എന്ന് പറഞ്ഞാൽ അതിൽ എന്തർത്ഥമാണുള്ളത്? അത് ഈ അടുത്ത നാളിലുണ്ടായ സംഭവമാണ്. അത് തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു തരത്തിലുള്ള സത്യസന്ധതയും ഇല്ല. ആ സംഭവം വന്നത് തന്നെ ഈ അടുത്ത കാലത്താണ് മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെട്ടിട്ട് ഞാനൊക്കെ അറിയുന്നതും മനസ്സിലാക്കുന്നത്.